നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകീര്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ പലപ്പോഴായിട്ട് കാണുന്ന ഈ മകീര്യം നക്ഷത്രക്കാരിൽ താൻ അനുഭവിച്ചതായിട്ടുള്ള വിഷമതകളെ ആരോടും തന്നെ പറയാതെ ബുദ്ധിപരമായിട്ട് സ്വയം ചിന്തിച്ച് സ്വയം പരിശ്രമിച്ച് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ്. ഇടവം രാശിയിൽ 30 നാഴികയും മിഥുനം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ മകീര്യം നക്ഷത്രം. അതിൽ ഇടവം രാശിയിൽ ജനിച്ച മകീര്യം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ തൊഴിൽ മേഖലകളിലാണെങ്കിലും വളരെ നല്ലൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഇടവം രാശിയിൽ ജനിച്ചതായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാർക്ക്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ്. പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന വിഷയത്തിൽ നല്ല രീതിയിലുള്ള മികവ് പുലർത്തുവാനും കഴിയുന്ന സമയമാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും വിശേഷിച്ച് സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ധാരാളം ആയിട്ടുള്ള നേട്ടങ്ങൾക്ക് അനുകൂല സ്ഥിതി കാണുന്ന ഒരു സമയമാണ്. എന്നാൽ സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ടെൻഷൻ മൂലം പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വളരെയധികം ക്ഷമാശീലത്തോടു കൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി മിഥുനം രാശിയിൽ ജനിച്ച മകീര്യം നക്ഷത്രക്കാർക്കാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും ജന്മരാശിയിലാണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് ദൈനംദിന ജീവിതത്തിൽ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും കർമ്മസ്ഥാനത്ത് കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു സമയങ്ങളിൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു സമയമാണ്. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരികയും 5-ാം ഭാവാധിപതി ഉച്ചബലത്തോടു കൂടിയിട്ട് 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. പഠന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും സാധിക്കും വിദ്യാർത്ഥികളിൽ. ധനപരമായിട്ടും കുടുംബപരമായിട്ടും
പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ ഈ ഒരു മാർച്ച് മാസത്തിൽ വളരെ വളരെ നല്ല ഒരു സമയമാണ്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.